സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ മുസ്ലിം വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. റമദാൻ വ്രതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തിയാണ് ചെറിയ പെരുന്നാൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് വനാതിർത്തിയിലെ പരപ്പൻപാറ കോളനിയിലെ മിനിയുടെ കുടുംബത്തിന് സർക്കാർ സഹായധനം കിട്ടാൻ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുള്ള രേഖകൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും മഞ്ചേരി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജുമായ സനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി കൈമാറി. നിലമ്പൂർ CH സെന്റർ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പെരുന്നാൾ ദിനത്തിൽ രോഗികൾക്കും ഹോസ്പിറ്റൽ ജീവനക്കാർക്കുമായി നടത്തിവരാറുള്ള പെരുന്നാൾ ഭക്ഷണം വിതരണം ചെയ്തു. നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലെ ആശ്രയവർക്കും ബിരിയാണി വിതരണം ചെയ്തുകൊണ്ട് ട്രോമ കെയർ പ്രവർത്തകർ. നിലമ്പൂരിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്നു. വിശ്രമമില്ലാതെ നിലമ്പൂരിലെ അഗ്നിരക്ഷാ സേന. ഇന്നലെ നിലമ്പൂർ പനയംകോട് വനമേഖലയിലുണ്ടായ തീപിടുത്തത്തിൽ 5 ഏക്കറോളം വനമേഖലയാണ് കത്തിയമർന്നത്. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ മുസ്ലിം വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. റമദാൻ വ്രതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തിയാണ് ചെറിയ പെരുന്നാൾ. ഹൃദയത്തിൽ നിന്നുതിരുന്ന ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത്. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ മുസ്ലിം വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു. റമദാൻ വ്രതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തിയാണ് ചെറിയ പെരുന്നാൾ. ഹൃദയത്തിൽ നിന്നും മുതിരുന്ന ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത്. 29 ദിവസം നീണ്ട റമദാൻ വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി. പുതുവസ്ത്രത്തിന്റെ നിറവും അത്തറിന്റെ സുഗന്ധവുമാണ് പെരുന്നാളിന്. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലുമാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നത്. നമ്മുടെ നാവുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര തവണമാണ് നമ്മൾ ചൊല്ലിയത്? നമ്മുടെ നാവുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എത്ര തവണയാണ് നമ്മൾ പാരായണം ചെയ്തത്? നമ്മുടെ നാവുകളിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്ക് വന്നുപോയിട്ടില്ല, വൃത്തികെട്ട ഒരു വാക്ക് വന്നുപോയിട്ടില്ല. നാം ആരെയും പുലഭ്യം പറഞ്ഞിട്ടില്ല, നാം ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. നമ്മൾ ജീവിച്ചത് അള്ളാഹുവിന്റെ തണലിലായിരുന്നു. നമ്മുടെ ഓരോ കാര്യങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിധമായിരുന്നു. നമസ്കാരത്തിന് മുൻപ് കഴിവുള്ള ഓരോ വിശ്വാസിയും ഫിത്തർ സക്കാത്ത് നൽകി. പെരുന്നാൾ ആഘോഷിക്കേണ്ട ഒരാളും ഭക്ഷണത്തിന് വകയില്ലാതെ കഷ്ടപ്പെടരുത് എന്നതാണ് ഫിത്തർ സക്കാത്തിന്റെ താല്പര്യം. കുടുംബ ബന്ധങ്ങൾ പുതുക്കുവാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള അവസരമാണ് ഇന്നത്തെ ദിനം വിശ്വാസികൾ വിനിയോഗിക്കുന്നത്. ആഹ്ലാദത്തിനും ആഘോഷത്തിനും പ്രപഞ്ചനാഥനിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന ദിവ്യാനുഭവം കൂടിയാകുകയാണ് ഈദുൽ ഫിത്തർ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് വനാതിർത്തിയിലെ പരപ്പൻപാറ കോളനിയിലെ മിനിയുടെ കുടുംബത്തിന് സർക്കാർ സഹായധനം കിട്ടാൻ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുള്ള രേഖകൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും മഞ്ചേരി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജുമായ സനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി കൈമാറി. കാട്ടിൽ തേൻ ശേഖരിക്കുവാൻ പോയപ്പോഴായിരുന്നു മിനിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിനിയുടെ കുടുംബത്തിന് സഹായധനം ലഭിക്കുവാൻ ബന്ധപ്പെട്ട രേഖകളിൽ നിന്നറിഞ്ഞാണ് ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ ഇടപെട്ടത്. ITTPയും മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് രേഖകൾ ലഭ്യമാക്കിയത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയായ സബ് ജഡ്ജ് M ഷാബിർ ഇബ്രാഹിമും സംഘത്തിലുണ്ടായിരുന്നു. കാട്ടിലെ ആദിവാസി ഊരുകളിലെ 100ഓളം പേർക്ക് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇല്ലെന്ന് അതോറിറ്റി നിയോഗിച്ച പാരാലീഗൽ വോളണ്ടിയേഴ്സ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി സ്പെഷ്യൽ അദാലത്ത് നടത്തും. നിലമ്പൂർ CH സെന്റർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പെരുന്നാൾ ദിനത്തിൽ രോഗികൾക്കും ഹോസ്പിറ്റൽ ജീവനക്കാർക്കുമായി നടത്തിവരാറുള്ള പെരുന്നാൾ ഭക്ഷണ വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ CH സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ
ഭക്ഷണം കൊടുക്കുന്നത്. 365 ദിവസം രോഗികൾക്ക് രോഗികളെ കൂടെ നോമ്പിന് ഉച്ചക്കും നോമ്പ് തുറക്കുന്ന സമയത്തും അത്താഴത്തിന് ഭക്ഷണം കൊടുക്കുന്ന വലിയ ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ പിന്തുണയും സഹായങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ആകെ ഇതിനുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരു ദിവസം നിങ്ങളൊക്കെ വീട്ടിൽ വരുന്ന കവറിൽ നിങ്ങൾ കൊടുക്കുന്ന കൊണ്ട് പൈസയാണ്. എന്തായിരുന്നാലും എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നവർക്കിടയിൽ വേറിട്ട മാതൃക തീർക്കുകയാണ് CH സെന്ററുകൾ എന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ ട്രഷറർ PT റൂൺസ്കർ സ്വാഗതം പറഞ്ഞു. CH സെന്റർ വൈസ് പ്രസിഡന്റ് കണ്ണാട്ടിൽ ബാപ്പു അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു, CH സെന്റർ ഓഫീസ് സെക്രട്ടറി സക്കീർ ഐക്കൗമത്ത്, ഹംസ തട്ടാരശ്ശേരി, അജ്മൽ ബിച്ചു, നാസർ ചന്തക്കുന്ന്, യൂനുസ് കണ്ണത്ത്, ഷംസു മുതുകാട്, മുഹമ്മദ് കർലായി, നൌഷാദ് പാത്തിപ്പാറ, റസൽ ചെറുകാട്, ഷൗക്കത്ത് അലി കെ, റസാഖ് മമ്പാട്, സിദ്ദിഖ് മമ്പാട്, ബഷീർ മമ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലും പരിസര പ്രദേശങ്ങളിലെ ആശരണീയരായവർക്കും ബിരിയാണി വിതരണം ചെയ്തുകൊണ്ട് ട്രോമ കെയർ പ്രവർത്തകർ. കഷ്ടത അനുഭവിക്കുന്നവർക്കിടയിലൂടെ വിശപ്പകറ്റുവാൻ തങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ മലപ്പുറം ജില്ലാ ട്രോമ കെയർ നിലമ്പൂർ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരും മമ്പാട് SKSSF കളംകുന്ന് ശാഖാ പ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് സമീപ വീടുകളിൽ നിന്നും 300ഓളം ബിരിയാണി പൊതിച്ചോറുകൾ ശേഖരിച്ചു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ നിലമ്പൂർ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ സിനാൻ മമ്പാടിന്റെ നേതൃത്വത്തിൽ നിയാസ് വല്ലപ്പുഴ, ദാനിഷ് മമ്പാട്, ജംഷീദ് പാടിക്കുന്ന്, സുൽഫിക്കർ അലി, രാമൻകുത്ത് എന്നിവർ ചേർന്ന് ഭക്ഷണം വിതരണം ചെയ്തു. നിലമ്പൂരിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്നു. വിശ്രമമില്ലാതെ നിലമ്പൂരിലെ അഗ്നിരക്ഷാസേന. ഇന്നലെ നിലമ്പൂർ പനയംകോട് വനമേഖലയിലുണ്ടായ തീപിടുത്തത്തിൽ 5 ഏക്കറോളം വനമേഖലയാണ് കത്തിയമർന്നത്. വനത്തിനുള്ളിലും സ്വകാര്യ കൃഷിയിടങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം തീപിടുത്തമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ തീയണയ്ക്കാൻ വെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ചീറിപ്പാഞ്ഞെത്തും. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന വനമേഖലയിലേക്കും സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും തീ പടരാതിരുന്നത് അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ കഠിന ശ്രമത്തിന്റെ ഭാഗമാണ്. ഞായറാഴ്ച രാത്രി 9:30 നിലമ്പൂർ അരുവാക്കോട് സ്വദേശി വെള്ളം കോരുന്നതിനിടയിൽ കാൽ വഴുതി വീട്ടുമുറ്റത്തെ 40 അടിയിലേറെ താഴ്ചയുള്ള കിണറിൽ വീണിരുന്നു. നിമിഷങ്ങൾക്കകം സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേന അതിസാഹസികമായി 1 മണിക്കൂറോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ഈ യുവാവിനെ രക്ഷപ്പെടുത്തിയത്. കരിമ്പുഴയിൽ ചകിരി കുമ്പാരത്തിന് തീപിടിച്ചപ്പോഴും വണ്ടൂരിൽ ഫർണിച്ചർ ഷെഡിന് തീപിടിച്ചപ്പോഴും രക്ഷയ്ക്കായി എത്തിയത് നിലമ്പൂരിലെ അഗ്നിരക്ഷാ സേനയാണ്. സ്വകാര്യ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ തീപിടുത്തങ്ങൾ വ്യാപകമായിരിക്കുന്നതും അഗ്നിരക്ഷാ സേനയ്ക്ക് വെല്ലുവിളിയാണ്. 24 മണിക്കൂറും സേവന സന്നദ്ധരായ നിലമ്പൂരിലെ അഗ്നിരക്ഷാ സേനയിൽ വിശ്വസിച്ചാണ് ജനങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കഴിയുന്നത്. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. NOC ആവശ്യത്തിന് എത്തുന്നവരെ വട്ടം കറക്കി നിലമ്പൂരിലെ വനം വകുപ്പ് ജീവനക്കാർ. വനമേഖലയോട് ചേർന്ന ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങളുടെ പരിധികളിൽ നിന്നുമെത്തുന്നവരെയാണ് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ വനം വകുപ്പ് ജീവനക്കാർ വട്ടം കറക്കുന്നത്. വനം വകുപ്പ് നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വനം വകുപ്പിന്റെ നിരാക്ഷേപ പത്രം NOCക്ക് അപേക്ഷ നൽകുന്നവരാണ് ഇതിനായി മാസങ്ങളോളം വനം വകുപ്പ് ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത്. ഡെപ്യൂട്ടി റേഞ്ചർ എന്നിവർ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഡിവിഷൻ ഓഫീസിലേക്ക് എത്തിയാൽ പിന്നെ ഫയൽ അനങ്ങാൻ മാസങ്ങളെടുക്കും. ഫയൽ എന്തായി എന്ന് അപേക്ഷകൻ ചോദിച്ചാൽ എത്തിയിട്ടില്ല എന്നായിരിക്കും ആദ്യ മറുപടി. പിന്നീട് ഡെപ്യൂട്ടി റേഞ്ചർ എന്നിവരെ കണ്ടാൽ ഞങ്ങൾ റേഞ്ചിൽ നിന്നും ഡിവിഷനിലേക്ക് അയച്ചു എന്ന മറുപടിയും ലഭിക്കും. എന്നാൽ ഇവിടെ നിന്നും ഫയൽ നീങ്ങണമെങ്കിൽ കാണേണ്ടവരിൽ ചിലരെ കാണേണ്ട പോലെ കാണണം എന്നാണ് മുൻപ് NOC ലഭിച്ചവരിൽ ചിലരുടെ മറുപടി. അടിയന്തര ആവശ്യങ്ങൾക്കായി ഭൂമി വിൽപ്പന നടത്തുന്നവർ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ പ്രയാസപ്പെടുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ യഥാസമയം പരിഹാരം കാണാനാണ് സർക്കാർ ജീവനക്കാരെ നിയമിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുമാണ് ഇവർക്ക് ശമ്പളം നൽകുന്നത്. എന്നാൽ നിലമ്പൂരിലെ വനം വകുപ്പ് ഓഫീസുകളിൽ ചെയ്യുന്ന ജോലിക്ക് പ്രത്യുപകാരം ആവശ്യപ്പെടുന്ന ചില ജീവനക്കാരുണ്ട്. 500ഉം 1000ഉം എല്ലാം നൽകിയാണ് തങ്ങൾ NOC വാങ്ങിയതെന്ന് പറയുന്ന നിരവധി പേർ നിലമ്പൂർ മേഖലയിലുണ്ട്. വനമന്ത്രിയും വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വേണം ഇത്തരം അഴിമതിക്കാരെ കടിഞ്ഞാണിടേണ്ടതും. ജനങ്ങൾക്ക് വനം വകുപ്പിൽ നിന്നും നൽകേണ്ട രേഖകൾ യഥാസമയം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും. വനം വകുപ്പിന് വിജിലൻസ് വിഭാഗമുണ്ടെങ്കിലും അത് പേരിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയിലാണ്. നിരവധി അപേക്ഷകർ വനം വിജിലൻസിന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല.
നേരിട്ട് പണം കൈപ്പറ്റുന്നതിന് തടയിടാനാണ് NOCയുടെ പേരിൽ സ്വകാര്യ വ്യക്തികളെ ഏജൻസികളാക്കി വച്ചിട്ടുള്ളത്. ഇവരിൽ പലരെയും വനം വകുപ്പ് ഓഫീസ് പരിസരത്ത് കാണുകയും ചെയ്യും. വലിയ തുകയാണ് ഇവർ NOCയുടെ പേരിൽ ആവശ്യക്കാരിൽ നിന്നും വാങ്ങുന്നത്. ഇതിൽ നിന്നും കൃത്യമായ വിഹിതം ലഭിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ജീവിത പ്രയാസങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൈയിടുന്ന ഇവരെ നിയന്ത്രിക്കുവാൻ നടപടി ആവശ്യമാണ്. തോട്ടം മേഖലയിൽ ആവേശം വാരി വിതറി NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ റോഡ് ഷോ മേപ്പാടിയിൽ നടന്നു. വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി റോഡ് ഷോ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. വികസിത വയനാട് എന്ന സ്വപ്നം പൂവണിയുവാൻ സ്ഥിരം MP വയനാടിന് വേണമെന്ന് റോഡ് ഷോയ്ക്ക് ശേഷം സംസാരിക്കവേ സ്ഥാനാർത്ഥി വ്യക്തമാക്കി. തോട്ടം തൊഴിലാളികളും ഗോത്ര സമൂഹവും ദുരിത ജീവിതത്തിൽ കഴിയുകയാണ്. മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത MP-യാണ് വയനാടിന്റെ ശാപം. വയനാട് മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പാക്കുവാൻ NDA സ്ഥാനാർത്ഥി ജയിക്കണമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. മുതിർന്ന BJP നേതാക്കൾ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. അത്തിക്കാട് രാമല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ 3ാമത് പ്രതിഷ്ഠാ ദിനം ദേശത്തിന്റെ മഹോത്സവമായി ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് വയനാട് നരനാരായണ അദ്വൈതാശ്രമം ശ്രീമദ് ഹംസാനന്ദപുരി സ്വാമികൾ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ശാന്തിയിലുദയനും കാരക്കോട് ദീപക്കും അവതരിപ്പിച്ച ഡബിൾ തായമ്പകയ്ക്ക് ശേഷം ദേവന്റെ പിറന്നാൾ സദ്യയും വിളമ്പി. വൈകുന്നേരം ദേശത്തെ 100-ൽ പരം കലാകാരികൾ അണിനിരന്ന മെഗാ തിരുവാതിരയും ഭരത് ഡാൻസ് മീഡിയ അവതരിപ്പിച്ച നൃത്യങ്ങളും അരങ്ങേറി. രാത്രി 10 മണിക്ക് നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും തെയ്യാട്ടവും നടന്നു. നിലമ്പൂർ വല്ലപ്പുഴയിൽ മിനി ATM ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഖദീജ കല്ലിങ്ങൽ, ജമീല മൂർഖൻ എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏത് ബാങ്കിന്റെ ATM കാർഡുമായിക്കോട്ടെ 1 രൂപ പോലും സർവീസ് ചാർജ് ഇല്ലാതെ പണം പിൻവലിക്കാം. 100, 200 നോട്ടുകൾ ലഭ്യമാണ്. കൂടാതെ OTP ഇല്ലാതെ പിൻവലിക്കുവാൻ സാധിക്കും. ATM കാർഡ് വഴി കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുവാനുള്ള സൗകര്യവും ലഭ്യമാണ്. വല്ലപ്പുഴ നമ്മുടെ മുക്കട്ട ഈ ഉൾനാടുകളിൽ ATM നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചന്തക്കുന്ന് അല്ലെങ്കിൽ നിലമ്പൂരിനെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. അതിന് പകരം ഇന്ന് ഈ ഒരു പ്രദേശത്ത് നമുക്ക് നമ്മുടെ ടൗൺ ഏരിയയിൽ പോയി ചെയ്യുന്ന അതേ ഒരു അവസ്ഥ ഇന്ന് ഏത് സമയത്ത് വന്നാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പൈസ എടുത്ത് പോകാനും പല ബാങ്കുകളായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഇന്ന ബാങ്കിൻ്റെ ATM എന്നില്ലാതെ ഏത് ATM ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ATM-ആണ് പ്രവർത്തനം തുടങ്ങിയത്. അതിൻ്റെതായ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാപന ഉടമകൾ ഫൈസൽ കലിങ്ങൽ, അനീസ് മൂർഖൻ ഇവരുടെ മറ്റ് 2 സ്ഥാപനങ്ങളാണ് KM സ്റ്റോർ, മിത്രം ജനസേവാ കേന്ദ്രം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.